ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ ധാരാളം 2 ദിവസത്തെ ട്രിപ്പിന് വയനാട് വരെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഏട്ടൻ വയനാടാണ് വർക്ക് ചെയ്യണത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ വർക്ക് അവിടെ നിന്ന് കഴിയാറായി. അപ്പോൾ ഏട്ടൻ ഒരു അടിപൊളി റിസോർട്ടിലാണ് അവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുട്ടികളും പിന്നെ അതിൻ്റെ അനിയനാണ് കേട്ടോ. അനിയൻ ഞങ്ങൾ അവിടേക്ക് ആക്കി തരാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ വലിയൊരു ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ട്രെയിൻ വഴി കോഴിക്കോട് പോയി അവിടുന്ന് ബസ്സിന് വയനാട്ടേക്കുള്ള പോക്കാണ്. അങ്ങനെ വിചാരിച്ചിട്ടാണ് പോണത്. ആദ്യമായിട്ടാണ് നന്ദോനെയും കൊണ്ട് ഞാൻ ഇത്ര ദൂരമൊക്കെ ഒറ്റയ്ക്ക് പറയുമ്പോൾ അനിയുണ്ട്, എന്നാലും അവൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് പോവാമെന്നുള്ളതൊരു പ്ലാനിലൊക്കെ പോകണത്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിതാ ട്രെയിൻ കാത്തു നിൽക്കുക കേട്ടോ. പിന്നീടുള്ള ബസ് യാത്രയൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 2 കൈയും പിടിച്ച് നന്ദുമോൻ്റെ ഇരിക്കലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കോഴിക്കോട്ട് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വയനാട് ബസ്സിൽ കയറി. വയനാട് ബീനാച്ചി പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അവിടെ ഞങ്ങൾ തന്നെ കാത്ത ഏട്ടൻ ഉണ്ടായിരുന്നു. ഏട്ടൻ വണ്ടിയിലാണ് ഞങ്ങൾ. ഏട്ടൻ താമസിക്കുന്ന റിസോർട്ടാണ് കേട്ടോ. കോഫി ലാൻഡ് റിസോർട്ട് പറയും. ബീനാച്ചി പറഞ്ഞ സ്ഥലത്താണ് വയനാട്. അപ്പോൾ നല്ല അടിപൊളി റിസോർട്ടാണ്. കുറച്ച് കയറ്റമൊക്കെ കയറിയിട്ട് വേണം ഞങ്ങൾക്കുള്ള റൂമിലേക്ക് പോവാൻ. അപ്പോൾ പോണ വഴിക്ക് തന്നെ നല്ല കോഫിയുടെ മരങ്ങളും നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. നന്ദുവിന് ബസ്സിലും ട്രെയിനിലും വരുമ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. രാവിലെ ഞങ്ങൾ അവിടെ നിന്നൊന്നും ഭക്ഷണമൊന്നും കഴിക്കാതെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ ഓരോ പഴംപൊരി വാങ്ങി. അപ്പോൾ അതവൻ കഴിച്ചായിരുന്നു. അതുകൊണ്ട് അവന് വലിയ ബഹളമൊന്നും ഉണ്ടായില്ല. വിചാരിച്ചത്ര ബഹളമൊന്നും ഉണ്ടാകുന്നില്ല അവൻ. പിന്നെ ഞങ്ങളുടെ റൂം നല്ല അടിപൊളി റൂമാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ആദ്യം തന്നെ ഏട്ടാ അവിടെ കൊടുന്ന് വെച്ചായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഉച്ചയായിരുന്നു, ഒരു 2:30 സമയമായിരുന്നു. ഞങ്ങൾ ഒരു 11 മണിക്കൊക്കെയാണ് കോഴിക്കോട് നിന്ന് ഭക്ഷണം കഴിച്ചത്. ഞങ്ങൾ നേരെ ബസ്സിൽ പോന്നു. പിന്നെ ഒന്നും കഴിക്കാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ വന്നത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അവരുടെ പ്രൊഡക്ഷൻ ഫുഡാണ്. അവർക്ക് കിട്ടുന്ന ഫുഡ് തന്നെ ഞങ്ങൾക്കും എടുത്ത് വെച്ചിറക്കായിരുന്നു. നല്ല അടിപൊളി കറികളും മീൻ കറിയും ചിക്കൻ കറിയും മീൻ വറുത്തതും മോര് കറി, അങ്ങനെ 2-3-4 ഐറ്റങ്ങളുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ റിസോർട്ടൊക്കെ ഒന്ന് കറങ്ങി അടിക്കാൻ പോയി. അടിപൊളി ഒരു പൂളുണ്ട് അവിടെ. അപ്പോൾ ദേവുവിന് അതിൽ കളിക്കണേ പറഞ്ഞിട്ടുള്ളൊരു ഇതൊക്കെ ആയി. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ തണുപ്പൊന്നും ഉണ്ടാവില്ല വിചാരിച്ചിട്ടാണ് ചെന്നത്. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന അന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ, കുറച്ച് തന്നെ എടുത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം. അപ്പോൾ ഓക്കെ, ബായ് കൂട്ടുകാരെ. ഇത്ര തന്നെയുള്ളൂ എൻ്റെ ഒരു ചെറിയ വീഡിയോ.